ഈ കർണാടകയിലാണ് ഇപ്പോൾ നാം ഉത്തരേന്ത്യയിലെല്ലാം കണ്ടിരുന്ന പണ്ടത്തെ സംഘർഷങ്ങൾ മുഴുവൻ ഇപ്പോൾ കർണാടകയിൽ നടക്കുകയാണ്. അവിടെ യുവാവിനെ വെട്ടിക്കൊല്ലുന്നു, നഗരഹൃദയത്തിൽ വെച്ച് തന്നെ മറ്റൊരു യുവാവിനെ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുകയാണ്. ഇനി എന്ത് ചെയ്യാൻ കഴിയും കർണാടകയിൽ? കർണാടകയിൽ സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ കടയിൽ നടക്കുന്നതാണ്, ആ കടയിൽ നിന്ന് വിൽക്കുന്ന ചരക്കുകളാണ് ഇതൊക്കെ. ഈ കൊലപാതകവും ഈ പറയുന്ന പോലെ തല്ലിക്കൊലയും ഒക്കെ. അവിടെ പോലീസുകാർക്ക് പോലും രക്ഷയില്ല. മുഖ്യമന്ത്രി തന്നെ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ്, അതായത് ഒരു ജില്ലയിലെ ഏറ്റവും ഉന്നതനായ പോലീസ് അധികാരി, അയാളെ ഒരു വേദിയിൽ പരസ്യമായിട്ട് വേദിയിൽ വെച്ച് അടിക്കാൻ കയ്യോങ്ങുന്നു. അടിച്ചു എന്ന് തന്നെ പറയാം. അത് ജനം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് യൂട്യൂബിലൊക്കെ വൈറലായി ആ ദൃശ്യങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെ അത് ലോകമെങ്ങും പ്രചരിച്ചു. ഒരു മുഖ്യമന്ത്രി, അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആളാണ്. അയാൾ നേരത്തെ ജനതാദളിലായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ്സിലാണ്. ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഒരു സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിനെ ഇതുപോലെ വേദിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ളൊരു നാട്ടിൽ എന്ത് ക്രമസമാധാന നില എത്രത്തോളം ശക്തമായിട്ട് മുന്നോട്ട് പോകും? അവിടെ പോലീസിന് ജനങ്ങൾ എന്തെങ്കിലും വില കൊടുക്കുമോ? പോലീസിനെ ഒരല്പം ഭയപ്പെടേണ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉത്തരേന്ത്യയിൽ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നവരാണ് കോൺഗ്രസ്. കേരളത്തിൽ ഉൾപ്പെടെ പ്രതിഷേധിക്കും. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ ഒരു യാത്ര കാണും, അവിടെ സന്ദർശിക്കാൻ, ഈ ഇരയായവരെ സന്ദർശിക്കാനുള്ള ഒരു ഫോട്ടോഷൂട്ട് കാണും. പക്ഷെ അതൊന്നും ഇപ്പോൾ കർണാടകയിൽ കാണുന്നില്ല. കർണാടകയിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ തല്ലിക്കൊന്നതിൽ ഇരയായത് ഒരു മലയാളി കൂടിയാണ്. ഈ കർണാടകയിൽ നിന്ന് നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ആ കോൺഗ്രസ്സിന് ഓശാന പാടുന്ന ഇടതുപക്ഷവും ഈ കാര്യത്തെക്കുറിച്ച് കമ എന്ന് മിണ്ടില്ല. അത് തീർച്ചയാണ്. നമ്മുടെ മാധ്യമങ്ങളും മറ്റൊരു വഴിക്ക് ചിന്തിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് പൊതുവെ അറിയാമല്ലോ, ഇത്തരം കോൺഗ്രസ്സിനെതിരായ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരായ വാർത്തകൾ അത് BJPയെ സഹായിക്കും എന്ന് പറഞ്ഞാണ് അവർ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. അത് പരസ്യമായിട്ട് പറഞ്ഞ മാധ്യമ പ്രവർത്തകർ പോലും കേരളത്തിലുണ്ട്. അത്രത്തോളം ദയനീയമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ അവസ്ഥ. എന്തായാലും ഈ കർണാടകയിൽ ഈ പറഞ്ഞതുപോലെ ഇത് മാത്രമൊന്നുമല്ല, ഒരു ഓടിക്കൊണ്ടിരുന്ന ബസ്, KSRTC, കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്, അത് ഓടിച്ചിരുന്ന ഡ്രൈവർ ഒരു ഈ ബാങ്ക് വിളി കേട്ടപ്പോൾ ബസ് ഒതുക്കി നിർത്തിയിട്ട് അയാൾ ബസ്സിനകത്തിരുന്ന് നിസ്കരിച്ചു. ആ ഡ്രൈവർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. നോക്കൂ, ഇതൊക്കെ ആരുടെ ബലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്? നമുക്ക് നാളെ ഏതെങ്കിലും ഒരു അമ്പലത്തിലെ മണിയടി കണ്ടാൽ ഉടനെ, അമ്പലം കണ്ട ഉടനെ ഡ്രൈവർ അവിടെ മുമ്പിൽ ചവിട്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി തൊഴുതിട്ട് വന്നാൽ ഇത് സഹിക്കുമോ? ഇതാരെങ്കിലും ഇത് വെറുതെ വിടുമോ? എന്തെല്ലാം നിയമപ്രശ്നങ്ങളുണ്ടാവും അല്ലേ? കർണാടകയിൽ ഇതെല്ലാം നടക്കുകയാണ്. ഇതിന് കാരണം ഈ സ്നേഹത്തിൻ്റെ കട തുറന്നതാണ്. പ്രത്യേകിച്ചും ഒരു വിഭാഗമാണ്. അവസാനം വരുന്ന വാർത്ത നഗരഹൃദയത്തിൽ വെട്ടിക്കൊന്നിരിക്കുകയാണ്. അതെ, ഒരു 30-കാരനെ, ബജ്രംഗ് ദൾ പ്രവർത്തകരനെ, സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ഒരാളിനെ വെട്ടിക്കൊന്നിരിക്കുന്നു. ഒരു സംഘം, 6-അംഗ സംഘം കാറ് തടഞ്ഞു നിർത്തി ഇയാളിനെ ആക്രമിച്ച് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ഇത് പുറത്തു വരുന്ന വാർത്ത. ഇങ്ങനെ ഇത്തരത്തിൽ അവിടെ ക്രമസമാധാന നില വഷളാകാൻ കാരണം അവിടുത്തെ ഭരണകൂടമാണ്. അവർ പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയം, ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നു, പോലീസ് ആക്ഷൻ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും അവിടെ കർണാടക വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കൂടി പോയി കഴിഞ്ഞാൽ കർണാടക ഒരു പക്ഷേ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ഒന്നാമത് അവിടെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചേരിപ്പോരാണ്. സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ ഭയങ്കര, ഈ യുവാവിന്റെ മരണത്തിന് പിന്നാലെ ആ പ്രദേശത്ത് വർഗീയ സംഘർഷം ഉണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് അവിടുത്തെ ജനങ്ങൾ. വലിയ രീതിയിൽ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ ഹർത്താൽ നടക്കുകയാണ്. ഹർത്താലിൽ ചിലയിടങ്ങളിൽ സംഘർഷം ഉണ്ടായതായ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അവിടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നില്ലല്ലോ? അല്ല, അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല. ഈ കൊല്ലപ്പെട്ടതൊരു ബജ്രംഗ് ദൾ സംഘപരിവാർ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അത് കൊന്നതാരാണെന്ന് വ്യക്തമാണ്. മുസ്ലിങ്ങളാണ് കൊന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇയാൾ നേരത്തെ ഒരു കേസിൽ പ്രതിയായിരുന്നു എന്ന് പറയുന്നു. മുഹമ്മദ് ഫസിൽ എന്ന് പറയുന്ന ഒരു 23-കാരൻ 2022 ജൂലൈ 26-ന് കൊല്ലപ്പെട്ടു. ആ കേസിൽ ഈ പറയുന്ന പോലെ സുഹാസ് ഷെട്ടി പ്രതിയാണ്. അപ്പോൾ അതിന് പകരം ചെയ്തതാണ്, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നൊക്കെ പറഞ്ഞാണ് സർക്കാരും പോലീസും ഇതിനെ ലഘൂകരിക്കുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, ഇത് കൃത്യമായൊരു വർഗീയ കൊലപാതകമാണ് എന്ന് വ്യക്തമാണ്.
ഈ പറയുന്നത് പോലെ മുഹമ്മദ് ഫസിൽ കൊല്ലപ്പെട്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾ നടക്കുന്നു. അത് കൃത്യമായിട്ട് കോടതിയിൽ അത് ചോദ്യം ചെയ്യാം. കോടതി അത് കൃത്യമായിട്ട് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച്, കുറ്റപത്രം അനുസരിച്ച് വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കും, അല്ലേ? അതിന് പകരം ആയുധമെടുത്താലോ? അപ്പോൾ ഈ പകരം ആയുധമെടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചതാര്, ഇവരെ ധൈര്യം കൊടുത്തതാര്? ഇത് കർണാടക സർക്കാരാണ്. ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യ സർക്കാരിന് ഈ കൊലപാതകത്തിലും ഈ പറയുന്ന ക്രമസമാധാന നില വഷളാക്കിയതിലും വലിയ പങ്കുണ്ട്. അവർ നിസ്സാര കുഴപ്പങ്ങളല്ല അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ബസ്സിനകത്തിരുന്ന് നിസ്കരിക്കുക, ബസ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് നിർത്തിയിട്ട് നിസ്കരിക്കുക, ഇതൊക്കെ ചെറിയ ചങ്കൂറ്റം പോരാ. ഇതിനൊക്കെ കൃത്യമായിട്ടും ഇത് ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട്. ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെ പറഞ്ഞ് അങ്ങനെ യുദ്ധം വേണ്ട, അവർക്കെതിരെ ആക്രമണം വേണ്ടെന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. അദ്ദേഹം ഒരു പാകിസ്ഥാന്റെ ഏജന്റായി മാറിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. പാകിസ്ഥാന്റെ ഏജന്റായി മാറിയിരിക്കുകയല്ല, പാകിസ്ഥാൻ ഏജന്റായി പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. അതായത് അവിടുത്തെ കുറേ മുസ്ലിം വോട്ടുണ്ട്. ഇത് കർണാടകയിൽ നമുക്കറിയാം, ഈ ജാതി രാഷ്ട്രീയം വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുന്ന ചില സംസ്ഥാനങ്ങളാണ് ഈ കർണാടകയും. ദക്ഷിണേന്ത്യയിൽ കർണാടകയും തമിഴ്നാടുമൊക്കെ എല്ലായിടത്തും ജാതി രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ഈ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഒരു മുസ്ലിങ്ങളുടെയും ഐക്യമുണ്ടാക്കി അതിലൂടെ അവിടുത്തെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. അതുപോലെ അവിടെ ഇപ്പോൾ വീരശൈവരുണ്ട്, അതുപോലെ ലിംഗായത്തുകളുണ്ട്, ഇങ്ങനെയുള്ള വിവിധ ജാതികൾ അവിടെ ഉണ്ട്. അവർക്കെല്ലാം നല്ല രീതിയിൽ വോട്ട് ബാങ്കുണ്ട്. നമുക്കറിയാം ലിംഗായത്തുകൾ ഒരു വലിയ ശക്തിയാണ് അവിടെ. ഈ ലിംഗായത്ത് അതുകൊണ്ട് തന്നെ ആ ലിംഗായത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവ് യെഡിയൂരപ്പ എന്ന് പറയുന്ന നേതാവ് BJPയുടെ മുഖ്യമന്ത്രിയായി മാറി. അദ്ദേഹത്തിനെ ആ സമുദായം വലിയ രീതിയിൽ പിന്തുണച്ചിരുന്നു. അതുപോലെ ഈ ഇപ്പോൾ വീരശൈവർ അവരെ ആ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ഈ DK ശിവകുമാറൊക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ജാതി പറഞ്ഞ് ആൾക്കാരെ വിഘടിപ്പിച്ച് വോട്ടുകൾ വാങ്ങി ജയിച്ച് അത് ഉപയോഗിച്ച് ഭരണം നടത്തുകയാണ് ഈ കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ സിദ്ധരാമയ്യ കൃത്യമായിട്ടും പട്ടികജാതി പട്ടികവർഗക്കാരുടെ വോട്ടുകളും മുസ്ലിം വോട്ടുകളും കൂടെ ചേർത്തൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിലൂടെയാണ് കർണാടകയുടെ ഭരണം പിടിച്ചത്. അതിൽ മുൻ BJP സർക്കാരിനെതിരെ വലിയ തോതിൽ അവിടെ ജനവികാരമുണ്ടായിരുന്നു. അവിടെ അങ്ങനെയാണ് 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇക്കുറി BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയാണെങ്കിൽ അടുത്തത് വരാൻ പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA കക്ഷിയാണ്. വീണ്ടും BJP നേതൃത്വത്തിലുള്ള NDAക്ക് ഭരണം കിട്ടും. ഇങ്ങനെ മാറി 5 വർഷം കൂടുമ്പോൾ മാറി പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളായിട്ട് നമ്മൾ കർണാടകയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, ഇപ്പോൾ കർണാടകയെ സംബന്ധിച്ച് ഈ സിദ്ധരാമയ്യയുടെ പിടിപ്പുകെട്ട ഭരണം, അല്ലെങ്കിൽ ഈ പോലീസിനെ നിയന്ത്രിക്കാതെ പോലീസിനെ വളരെ പോലീസിൻ്റെ എല്ലാ കഴിവുകളെയും അടിച്ചൊതുക്കി പോലീസിനെ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു നയം അക്രമികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം സൃഷ്ടിച്ചിരിക്കുന്നു. അതിലൂടെ അവിടുത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് കർണാടകയിൽ. എന്ന് മാത്രമല്ല, ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് തല്ലാൻ കൈയോങ്ങുന്ന മുഖ്യമന്ത്രി അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? വളരെ കൃത്യമാണ്. ഒരു തരത്തിലും കർണാടകയിൽ ഈ ക്രമസമാധാന നില ഇനി നേരെ ചൊവ്വേ പോകും എന്ന് തോന്നുന്നില്ല. വളരെ പ്രത്യേകിച്ചും ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ ഒരു ബജ്രംഗ് ദൾ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വർഗീയ കൊലപാതകമാണെന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീകര സംഘങ്ങളുടെ ഇടപെടൽ നമുക്കറിയാം. കർണാടകയിലാണ് ഈ ഭട്കൽ സഹോദരന്മാർ, ഭട്കൽ ഗ്രാമത്തിൽ, മംഗലാപുരത്തിന് ദക്ഷിണ കന്നഡയിലാണ്, മംഗലാപുരത്തിനടുത്താണ്. അവിടെ ഈ ഭട്കൽ ഗ്രാമത്തിലാണ് ഭട്കൽ സഹോദരന്മാർ ഇന്ത്യൻ മുജാഹിദീൻ്റെ നേതാക്കളായിട്ട് ഉയർന്നു വന്നതും അവർ പിന്നീട് അറസ്റ്റിലായതുമൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ് അതൊക്കെ. ഇപ്പോൾ എന്തായാലും ഈ കർണാടകയെ സംബന്ധിച്ച് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സർക്കാരല്ല അവിടെ ഉള്ളത് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈകാതെ കേന്ദ്രത്തിന് ഇടപെടേണ്ടി വരും. ഈ ഗവർണർ കൃത്യമായിട്ട് റിപ്പോർട്ട് അയക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കർണാടകയിൽ ഒരു രാഷ്ട്രപതി ഭരണം വന്നുകൂടായികയില്ല.